ഇതൊരു ഇലക്ഷനൊക്കെ പ്രഖ്യാപിച്ച സമയം കൂടെയാണ്. ഇലക്ഷൻ്റെ ചൂടൊക്കെ നമ്മുടെ നാട്ടിലേക്ക് അതിവിപുലമായിട്ട് നടക്കുന്നുണ്ട്. എന്നാലും ഇവിടെ എത്തിയപ്പോൾ ഇലക്ഷൻ്റെ ഒരു അലാമത്തും കാണുന്നില്ല എന്ന് പറയാം. ഒരടയാളവും ഇല്ല. കാരണം ഇലക്ഷൻ്റെ പോസ്റ്ററുകളോ മറ്റു കക്ഷി രാഷ്ട്രീയങ്ങളോ അതിൻ്റെ വഴക്കുകളോ അതിൻ്റെ സംവാദങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഈ ബാസിനി നഗരത്തിലോ കുമാരി നഗരത്തിലോ കാണാൻ സാധിക്കുന്നില്ല. അതിനെല്ലാം ശാന്തമായിട്ട് വളരെ സന്തോഷത്തോടു കൂടിയും ആഹ്ലാദത്തോടു കൂടിയാണ് ഇവിടുത്തെ മുസ്ലിമീങ്ങൾ ജീവിച്ചു പോരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനിപ്പോൾ ഉള്ളത് രാജസ്ഥാനിലെ നാഗോർ എന്ന് പറയുന്ന ജില്ലയിലെ ബാസിനി എന്ന് പറയുന്ന സ്ഥലത്താണ്. ബാസിനി ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്. ഇന്ത്യയിൽ തന്നെ നമുക്ക് അപൂർവങ്ങളായി കാണാൻ കഴിയുന്ന ചില മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ബാസിനി എന്ന് പറയുന്നത്. ബാസിനിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാഴ്ചകളൊക്കെ നമ്മളെ അമ്പരപ്പിക്കുന്നതാണ്. നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ജനങ്ങൾ ജീവിക്കുന്നതും ഇസ്ലാമിൻ്റെ എല്ലാ വശങ്ങളും എന്നാണ് പറയാൻ പറ്റും. കാരണം അത്രത്തോളം ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മുസ്ലിമായി ജീവിക്കുന്ന ആളുകളെയാണ് ഈ ബാസിനിയിലെ രാജസ്ഥാനിലെ ബാസിനിയിൽ നമ്മൾ കാണാൻ കഴിയുന്നത്. സത്യത്തിൽ ഇവിടെ രാജസ്ഥാനിലെത്തിയപ്പോൾ ബാസിനിയിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഇതൊരു പാകിസ്ഥാനാണോ അല്ലെങ്കിൽ ഇതൊരു മുസ്ലിം രാജ്യമാണെന്നൊക്കെ വിചാരിച്ചു പോയി. അത്രത്തോളം ഇസ്ലാമിൻ്റെ ഷിയാറുകൾ കാത്തു സംരക്ഷിക്കുന്ന വിഷയത്തിൽ ഇവരെല്ലാവരും ജാഗരൂകനാണ്. ഇവിടെ പ്രധാനമായിട്ടും ഹനഫി മദ്ഹബുകാരാണുള്ളത്. അവരുടെ ഹനഫി മദ്ഹബ് അനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട്. മറ്റ് ഉത്തരേന്ത്യൻ സ്റ്റേറ്റുകളെയും ഉത്തരേന്ത്യൻ പ്രദേശങ്ങളെയൊക്കെ എടുത്ത് പരിശോധിക്കും. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇസ്ലാമികമായ കാര്യങ്ങളിൽ നല്ല അറിവും അത് പ്രവർത്തിക്കുന്നവരുമാണ് ഇവിടുത്തെ നാട്ടുകാർ. ബാസിനിയിലെ വ്യത്യസ്തങ്ങളായ പള്ളികളിലെല്ലാം ഞങ്ങൾ പോയി. ഇവിടുത്തെ റമദാനിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. റമദാനിന് പള്ളി നിറയെ ആളുകൾക്ക് പുറമെ പള്ളികളിൽ പിരിവിനായിട്ട് വരുന്ന ഫണ്ട് കളക്ട് ചെയ്യാൻ വരുന്ന ധാരാളം ആളുകളുണ്ട്. ഓരോ സ്ഥാപനത്തിൻ്റെ പേരിലും വ്യക്തിപരമായിട്ടും ഒക്കെ വരുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും കൈ നിറയെ വേണ്ടത് കൊടുക്കുന്നൊരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഇങ്ങോട്ട് വന്ന് നമ്മൾ വിളിച്ച് കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ നിസ്കാര സമയങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. അതായത് ഇപ്പോൾ ളുഹുർ നിസ്കാരം തന്നെ 3 സമയങ്ങളിലായിട്ടാണ് പള്ളികൾ നടക്കുന്നത്. പ്രധാനമായിട്ടും ഒരു നിസ്കാരം 1:30 അടുത്ത പള്ളി തൊട്ടടുത്ത പള്ളിയിൽ 2:20 അത് തൊട്ടടുത്ത പള്ളിയിൽ 3 മണിക്കായിരിക്കും ളുഹുർ ജമാഅത്ത് നടക്കുക. അസർ ആണെങ്കിൽ 5:30 മഗ്‌രിബ് നിസ്കാരം 6:45 ആ രൂപത്തിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും പള്ളികളിലൊക്കെ നിറഞ്ഞു കവിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളെ ഓരോ അവസ്ഥയുടെ അടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ എല്ലാവർക്കും തലയിൽ തൊപ്പിയുണ്ട്. അതുപോലെ നീട്ടി വളർത്തിയ താടി. ഈ ഹനഫി മദ്ഹബിൻ്റെ ഒക്കെ ഒരു പ്രത്യേകതയാണിത്. നീട്ടി വളർത്തിയ താടിയൊക്കെ അവർ വ്യക്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളെ കാര്യമെടുത്ത് പരിശോധിക്കുമ്പോൾ പൊതുനിരത്തുകൾ നമുക്ക് സ്ത്രീകളൊരിക്കലും ഹിജാബില്ലാതെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. എല്ലാ സ്ത്രീകൾക്കും ഹിജാബുണ്ട്. അതിന് പുറമെ നിഖാബുണ്ട്. ശരീരം മുഴുവൻ മറച്ചുകൊണ്ട് എങ്ങനെയാണ് ഇസ്ലാം ഒരു സ്ത്രീയോട് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ എല്ലാ നിബന്ധനകളും കാത്തുകൊണ്ടാണ് ഇവിടെ സ്ത്രീകളൊക്കെ നടക്കുന്നത്. അടുത്ത കുട്ടികളൊക്കെ നമ്മളങ്ങനെ നോക്കുന്നുണ്ട്. പള്ളിയിലാണല്ലോ. ഇവിടെ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് 2 കുട്ടികളവിടെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ നമ്മൾ സംസാരിക്കുന്നത് കേട്ടിട്ട് ഇങ്ങനെ എന്താ അവർ സംസാരിക്കുന്നത്, ഏത് ഭാഷയാണ് ഒന്നും മനസ്സിലാകാതെ ഇങ്ങനെ അമ്പരന്നിരിക്കുകയാണ്. പിന്നെ ക്യാമറയും ഇതൊക്കെ കാണുമ്പോൾ അവർക്കൊരു പ്രത്യേകമായിട്ടുള്ള ഇതുണ്ടാവുമല്ലോ. അപ്പോൾ മഗ്‌രിബ് നിസ്കാരത്തോട് എടുത്തിട്ടുണ്ട് സമയം. മഗ്‌രിബ് ഏകദേശം 6:45 അവിടെ ബാങ്ക് കൊടുക്കും. അപ്പോൾ ഇഫ്താറൊക്കെ ഞങ്ങൾക്ക് ഓരോ ദിവസം ഓരോ പള്ളികളിലാണ് ഇഫ്താറുള്ളത്. ഈ നാട്ടുകാർ ഇവിടെ നോമ്പ് തുറപ്പിക്കുന്ന വിഷയത്തിലും സൽക്കരിക്കുന്ന വിഷയത്തിലൊക്കെ നല്ല ശ്രദ്ധ പുലർത്തുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇഫ്താറിനൊന്നും ഒരു പഞ്ഞവും ഇല്ല ഇവിടെ. റമദാൻ 1 ഞങ്ങൾ എത്തിയിട്ടുണ്ട്. റമദാൻ 1
അന്ന് മാസം കാണുന്ന സമയത്താണ് ഞങ്ങളിവിടെ രാജസ്ഥാനിൽ നാഗൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങുന്നത്, ട്രെയിൻ ഇറങ്ങുന്നത്. പിന്നെ ബാസിനിലേക്ക് ഒരു ജീപ്പിൽ പോയി. അതൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു. ബാസിനിൽ നിന്ന് ഒരു 10 രൂപ കൊടുത്താൽ, ജീപ്പിന് 10 രൂപ കൊടുത്താൽ കുമാരി എന്ന സ്ഥലത്തെത്താൻ കഴിയും. കുമാരിയിലും ഇതുപോലെ തന്നെയാണ്. ബാസിനി എപ്രകാരമാണോ ഒരു മിനി ബാസിനി എന്നൊക്കെ പറയാം, ചോട്ടാ ബാസിനിയാണ് ശരിക്ക് കുമാരി എന്ന് പറയുന്നത്. കുമാരിയിലെ ജനങ്ങളും വളരെ നല്ല ഹൃദയമുള്ളവരാണ്, നല്ല സ്നേഹമുള്ളവരാണ്, നല്ല അലിവുള്ളവരാണ്. അവരൊക്കെ ഞങ്ങളെ സ്വീകരിച്ചതും ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തതും ഒക്കെ ഇപ്പോൾ ഓർമ്മ വരികയാണ്. ഇപ്പോൾ കുമാരിയിലൊരു പള്ളിയിലുള്ളത്. ഇവിടെ ഈ ബാസിനിയിലും അതുപോലെ തന്നെ കുമാരിയിലൊക്കെ വേറൊരു പ്രത്യേകത നൈറ്റ് ലൈഫാണ്. രാത്രി തറാവീഹ് കഴിഞ്ഞാലാണ് ആളുകളൊക്കെ ഒന്ന് പൊതുരംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു ജീവിതം കാണുന്നത്. ഇവിടെ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ബാസാർ എന്നൊക്കെ പറയും. അതായത് ഇവിടെയുള്ള കാരണവന്മാരും അവരുടെ പഴയ സുഹൃത്തുക്കളും മുതൽ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്ന ഒരു നല്ലൊരു കാഴ്ച. അതായത് ഇപ്പോൾ പ്രായം ചെന്ന ആളുകൾ, അവരുടെ ഗ്യാങ്, അവരിങ്ങനെ ഒരുമിച്ചൊരു സ്ഥലത്ത് ഇങ്ങനെ വട്ടം കൂടിയിരിക്കും. അതിനായിട്ട് പ്രത്യേക ഷെഡൊക്കെ കെട്ടിയിട്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, കസാരൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ രാത്രി 12 മണി 1 മണി വരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതാണ് ബാസാർ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ബാസാറിൽ ഒരുമിച്ച് കൂടും. അപ്പം അടുത്തുള്ള തട്ടുകട, മറ്റ് കടകളൊക്കെ തുറക്കും, ഹോട്ടലുകളൊക്കെ തുറക്കും. ഇതാണ് ഇവിടുത്തെ ഒരു നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ഒരു വിപണി നടക്കുന്നത് പറഞ്ഞാൽ അസറിന് ശേഷമാണ്. അസർ 5:30 നിസ്കാരം തുടങ്ങി 5:45 5:45 നിസ്കാരം കഴിഞ്ഞ് ഒരു 6:20 വരെയെങ്കിലും ഇവിടുത്തെ അസറിന് ശേഷമുള്ള റമദാനിലുള്ള ചന്ത മീൻസ് ഇവിടെയുള്ള കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നല്ല കാഴ്ചയാണത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ വരുന്ന 99.99% മുസ്ലിമീങ്ങളും എല്ലാവരും സുന്നികളാണ് എന്നുള്ളതാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം മുൻനിർത്തി ജീവിക്കുന്ന ആളുകളാണ്. തറാവീഹ് 20 റക്അത്ത് എല്ലാ പള്ളികളിലും കൃത്യമായി നിസ്കരിക്കുന്നുണ്ട്. മാത്രമല്ല ചില പള്ളികളിൽ അത് ഖുർആൻ ഖത്മ് തീർത്തിട്ടുള്ള തറാവീഹുകളാണ് നടക്കുന്നത്. അത്തരത്തിൽ വ്യത്യസ്തമായിട്ട് വളരെ സുന്നിസവും ഇസ്ലാമിൻ്റെ മുഴുവൻ ആദർശങ്ങളെയും മുറുകെ പിടിച്ചിട്ടുള്ള ജീവിത ശൈലിയാണ് ഇവിടങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അധിക പള്ളികൾക്കും നടുമുറ്റം നമുക്ക് കാണാൻ സാധിക്കും. നടുമുറ്റം മീൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഡൽഹി ജുമാ മസ്ജിദിലും മറ്റ് ഹൈദരാബാദ് പള്ളികളിലൊക്കെ പോയാൽ കാണുന്ന നടുമുറ്റം എല്ലാ പള്ളികളിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു ഇലക്ഷനൊക്കെ പ്രഖ്യാപിച്ച സമയം കൂടെയാണ്. ഇലക്ഷൻ്റെ ചൂടൊക്കെ നമ്മുടെ നാട്ടിലേക്ക് അതിവിപുലമായിട്ട് നടക്കുന്നുണ്ട്. എന്നാലും ഇവിടെ എത്തിയപ്പോൾ ഇലക്ഷൻ്റെ ഒരു അലാമത്തും കാണുന്നില്ല എന്ന് പറയാം, ഒരടയാളവും ഇല്ല. കാരണം ഇലക്ഷൻ്റെ പോസ്റ്ററുകളോ മറ്റു കക്ഷി രാഷ്ട്രീയങ്ങളോ അതിൻ്റെ വഴക്കുകളോ അതിൻ്റെ സംവാദങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഈ ബാസിനി നഗരത്തിലോ കുമാരി നഗരത്തിലോ കാണാൻ സാധിക്കുന്നില്ല. അതിനെല്ലാം ശാന്തമായിട്ട് വളരെ സന്തോഷത്തോടു കൂടിയും ആഹ്ലാദത്തോടു കൂടിയാണ് ഇവിടുത്തെ മുസ്ലിമീങ്ങൾ ജീവിച്ചു പോരുന്നത്. തീർച്ചയായിട്ടും ഏതൊരു ഇന്ത്യൻ മുസ്ലിമും കണ്ടിരിക്കേണ്ട ഒരു ഗ്രാമമാണ് ബാസിനിയും കുമാരിയും എന്ന് എനിക്ക് ബോധ്യപ്പെടുകയാണ്.